ഈ പേപ്പേഴ്സ് കയ്യിലോട്ട് കിട്ടിയപ്പോഴേ എൻ്റെ മൈൻഡിൽ ഒറ്റൊരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ, ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. സത്യം പറഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സിന് കയ്യും കണക്കുമില്ല. എനിക്കറിയാം, ഞാൻ തന്നെ ഈ ചാനൽ ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ പെയിന്റ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. ഇതിപ്പോൾ കളർ പേപ്പർ കണ്ട പാടെ ആ പിങ്ക് അങ്ങോട്ട് എടുത്തു ഫ്ലവർ ഉണ്ടാക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ റെഡായിട്ടൊക്കെ തോന്നും, അത് ആ ഗോൾഡൻ ലൈറ്റ് കാരണം അത് ശരിക്കും ഒരു ബ്രൈറ്റ് പിങ്ക് ആണ്. ഈ ഒരു ഫ്ലവേഴ്സിന്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അത് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം. സംഭവം ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നതും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതുമായിട്ടുള്ള ഫ്ലവേഴ്സിന് രണ്ടും രണ്ട് രീതിക്കാണ് ഉണ്ടാക്കിയേക്കുന്നത്. രണ്ട് രീതി എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ 2-3 വ്യത്യാസങ്ങൾ. അപ്പോൾ 2 വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഈ ഫ്ലവേഴ്സ് ഒരു സമയത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇപ്പോൾ ഇതിനെപ്പറ്റി വലിയ കേൾവിയൊന്നും ഇല്ല. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാവോ. അന്ന് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഈ റിബൺ വെച്ചുള്ള ഫ്ലവേഴ്സ് അല്ല, ഫ്ലവർ ബൊക്കെ. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബൊക്കെ ഒക്കെ ആക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിബൺ വെച്ചുള്ള ഫ്ലവേഴ്സിനേക്കാളും ഡൂവബിൾ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും. ഇങ്ങനെ റിബൺ ഇനി പോയി വാങ്ങിക്കാനൊന്നും നിൽക്കാണ്ട് നിങ്ങൾക്ക് ബുക്ക് പേപ്പറേ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഫ്ലവറിന് ഒരു പേപ്പറിൻ്റെ കമ്പാണ് തണ്ടായിട്ട് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.